രാവിലെ 9 മണിയോടെ അടുത്ത വീട്ടിലെ കുട്ടി പഞ്ചസാര കടം വാങ്ങാനായി വീട്ടിലെത്തിയപ്പോഴാണ് ബിൻസി വെട്ടേറ്റു മരിച്ച സംഭവം പുറംലോകം അറിയുന്നത്. ആദ്യം പുറത്തുനിന്ന് വിളിച്ചെങ്കിലും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അകത്ത് കയറി ലൈറ്റിട്ട് നോക്കുമ്പോൾ ബിൻസി ബെഡ്ഷീറ്റ് പുതച്ച് കിടക്കുന്നതാണ് കണ്ടത്. വിളിച്ചിട്ട് ഉണരാത്തതിനാൽ ബെഡ്ഷീറ്റ് മാറ്റി നോക്കിയപ്പോഴാണ് കഴുത്തിലും തറയിലും രക്തക്കറകൾ കണ്ടത്. കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിലെത്തി വീട്ടുകാരോടും നാട്ടുകാരോടും വിവരം പറയുകയായിരുന്നു. തിരുവനന്തപുരം നേമം കല്ലിയൂരിലാണ് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്ന നടുക്കുന്ന സംഭവം ഉണ്ടായത്. കല്ലിയൂർ പുന്നമൂട് കുരുവിക്കാട് ലൈനിൽ പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിന് സമീപം കുന്നത്തുവിള വീട്ടിൽ 31 വയസ്സുകാരി ബിൻസിയാണ് ഭർത്താവിന്റെ കൈയാൽ ക്രൂരമായി കൊല്ലപ്പെട്ടത്. ഭർത്താവ് സുനിലിനെ നേമം പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. രാവിലെ വിവരമറിഞ്ഞ നാട്ടുകാർ ബിൻസിയെ നേമം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരം വെട്ടുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിലാണ് വെട്ടിയത്. ആംബുലൻസും പോലീസും എത്തിയതോടെയാണ് സമീപത്തുള്ള മറ്റുള്ളവർ വിവരമറിഞ്ഞത്. ഇതിനിടെ അടുത്ത വീട്ടിൽ ഒളിച്ചിരുന്ന സുനിലിനെ വിളിച്ചു വരുത്തിയാണ് ബിൻസിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. വെള്ളനാട് വെളിയന്നൂർ സ്വദേശിയാണ് ബിൻസി. 4 വർഷം മുൻപാണ് ഇവർ ഇവിടെ താമസം ആരംഭിച്ചത്. അതിനു മുൻപ് പുന്നമൂട്ടിലെ സുനിലിന്റെ വീട്ടിലായിരുന്നു താമസം. ഇയാൾക്ക് ബിൻസി എപ്പോഴും സംശയമായിരുന്നുവെന്നും വീട്ടിലെന്നും വഴക്ക് നടക്കാറുണ്ടെന്നും നാട്ടുകാരും പറയുന്നു. കുട്ടികളെയും ഇയാൾ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. ബുധനാഴ്ച രാത്രി 8 മണിക്കും ഇരുവരും സ്കൂട്ടറിൽ ഒരു ബന്ധുവിന്റെ വീട്ടിലെത്തിയിരുന്നു. എന്താണ് നടന്നതെന്ന് കൂടുതൽ അന്വേഷണത്തിലെ അറിയാൻ കഴിയുമെന്ന് പോലീസും പറയുന്നു. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം മക്കളെ ബിൻസിയുടെ ബന്ധുക്കളോടൊപ്പം വിടാനാണ് തീരുമാനം. കല്ലിയൂർ പുന്നമൂട് കുരുവിക്കാട് ലൈനിൽ കുന്നത്തുവിള വീട്ടിൽ ബിൻസിയെ ഈ കഴിഞ്ഞ ദിവസമാണ് ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. മരം വെട്ടുന്ന കത്തികൊണ്ട് കഴുത്തിന് ആഞ്ഞു വെട്ടുകയായിരുന്നു. ഇവർക്ക് വിദ്യാർത്ഥികളായ 2 മക്കളുമുണ്ട്. ഇവർ വീട്ടിലുള്ളപ്പോഴായിരുന്നു കൊലപാതകം. രാവിലെ ഉണർന്ന മക്കളോട് അമ്മയ്ക്ക് പനിയാണെന്നും വിളിക്കേണ്ടെന്നും പറഞ്ഞ ശേഷം കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി നൽകി സുനിൽ സ്കൂളിൽ എത്തിച്ചു. സാധാരണ ബിൻസിയാണ് മക്കളെ സ്കൂളിൽ എത്തിക്കുന്നത്. അധ്യാപകരോടും ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് സുനിൽ പറഞ്ഞു. അതിനുശേഷം ആളില്ലാത്ത അടുത്ത വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇയാൾ. നാട്ടുകാരെത്തി ഇയാളെയും കൂട്ടിയാണ് ബിൻസിയെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. സംശയം തോന്നിയ പോലീസ് ആശുപത്രിയിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ഹരിതകർമ്മസേന ജീവനക്കാരിയാണ് മരണപ്പെട്ട ബിൻസി. കൂലിപ്പണിക്കാരനാണ് സുനിൽ. 4ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾ വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് കൊലപാതകമെങ്കിലും ഇവർ സംഭവം അറിഞ്ഞില്ല. രാവിലെ കുട്ടികളോട് അമ്മയ്ക്ക് പനിയാണെന്നും വിളിക്കേണ്ടെന്നും പറഞ്ഞ ശേഷം കടയിൽ നിന്നും ഭക്ഷണം വാങ്ങി നൽകി സുനിൽ കുട്ടികളെ സ്കൂളിലെത്തിച്ചു. പതിവായി ബിൻസിയാണ് മക്കളെ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അധ്യാപകരോടും ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് സുനിൽ പറഞ്ഞു. അതിനുശേഷം ആളില്ലാത്ത അടുത്ത വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു സുനിൽ. നാട്ടുകാരെത്തി ഇയാളെയും കൂട്ടിയാണ് ബിൻസിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. സംശയം തോന്നിയ പോലീസ് ഇവിടേക്ക് എത്തുകയും ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സുനിലിനെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഇയാൾ അവിടെ വെച്ച് തന്നെ കുറ്റം സമ്മതിച്ചു. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് സുനിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാത്രി ബിൻസി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നതാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് സുനിൽ പോലീസിനോട് പറഞ്ഞു. സുനിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് പോലീസ് പറയുന്നുണ്ട്. സംശയത്തിന്റെ പേരിൽ ബിൻസിയുമായി വഴക്കിടുന്നത് പതിവാണ്. കുട്ടികളെയും ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നു. പുലർച്ചെയാണ് കൊലപാതകം നടന്നതെന്ന് കരുതുന്നു. കഴുത്തിലേറ്റ ആഴത്തിലുള്ള 2 മുറിവുകളാണ് മരണത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ അമ്മ ബിൻസി മരിച്ചതറിയാതെ സ്കൂളുകളിൽ എത്തുകയായിരുന്നു 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ സനോജും 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥും. അതിരാവിലെ ഭക്ഷണം വാങ്ങിക്കൊടുത്ത് കുട്ടികളെ സ്കൂളിലാക്കിയത് സുനിലാണ്. അതേസമയം അമ്മയ്ക്ക് സുഖമില്ല എന്നാണ് കുട്ടികളെ സുനിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അമ്മയെ ഉണർത്തേണ്ടെന്നും കുട്ടികളോട് ഇയാൾ പറഞ്ഞിരുന്നു. ബിൻസിക്ക് സുഖമില്ലെന്നാണ് അധ്യാപകരോടും പറഞ്ഞത്. പതിവിലും നേരത്തെ കുട്ടികളെ സ്കൂളിൽ എത്തിച്ച ശേഷം അടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ ഇയാൾ ഒളിച്ചിരുന്നു. ബിൻസിക്ക് വെട്ടേറ്റ് വിവരമറിഞ്ഞ് നാട്ടുകാർ എത്തിയതിന് പിന്നാലെയാണ് ഇയാളും വീട്ടിലേക്ക് എത്തിയത്. നാട്ടുകാർ സുനിലിനെയും കൂട്ടിയാണ് ബിൻസിയെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചതും. എന്നും ബിൻസിയാണ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നതും. കഴിഞ്ഞ ദിവസവും ഇവർ സ്കൂട്ടറിൽ പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. രാത്രിയിലുണ്ടായ പ്രശ്നങ്ങളാകാം കൊലപാതകത്തിനിടയാക്കിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ബിൻസി ആംബുലൻസിൽ ആദ്യം കൊണ്ടുപോയത് ശാന്തിവിള താലൂക്ക് ആശുപത്രിയിലാണ്. 4 വർഷം മുൻപ് കുരുവിക്കാട്ടിൽ വസ്തു വാങ്ങിയാണ് സുനിൽ വീട് വെച്ചത്. ഇതിന് സമീപത്ത് തന്നെയാണ് സുനിലിന്റെ കുടുംബ വീടും. കുട്ടികളെ ബിൻസിയുടെ ബന്ധുക്കളോടൊപ്പം വിടാനാണ് പോലീസിന്റെ തീരുമാനം. നിർമ്മാണ തൊഴിലാളിയായ സുനിൽ സ്ഥിരം മദ്യപാനിയാണെന്നാണ് അയൽവാസികളടക്കം പറയുന്നത്. ബുധനാഴ്ച രാത്രി സുനിൽ മദ്യപിച്ചെത്തുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നുവെന്നാണ് വിവരം. ഇതിനിടെയാണ് ബിൻസി ആരെയോ ഫോൺ വിളിക്കുന്നത് കണ്ടതും സുനിൽ മദ്യലഹരിയിൽ പ്രകോപിതനായി കൊല ചെയ്തതും. എന്തായാലും ലഹരിയുടെ തീവ്രതയിൽ വെറും സംശയത്തിന്റെ പേരിലുമൊക്കെ നിരന്തരം കൊലപാതകങ്ങൾ അരങ്ങേറുന്ന ഒരു നാടായി
നമ്മുടെ കേരളം മാറുന്നുവെന്നത് തികച്ചും ദൗർഭാഗ്യകരമെന്ന് മാത്രമേ പറയാനുള്ളൂ. സമാനമായ ദുരന്തങ്ങൾ ഇത്തരം ദമ്പതികൾക്കിടയിൽ അല്ലെങ്കിൽ കുടുംബങ്ങൾക്കിടയിലൊക്കെ അരങ്ങേറുമ്പോൾ അനാഥരാകുന്നത് ഒന്നും അറിയാത്ത ഇനിയുമേറെ ജീവിതം ബാക്കിയുള്ള കുട്ടികളാണ്. ഇവിടെ ആ കുഞ്ഞുങ്ങൾക്ക് ആ അമ്മയെ നഷ്ടമായപ്പോൾ ആ അച്ഛൻ ഇനിയുള്ള കാലം ഇരുമ്പഴിക്കുള്ളിലാകും. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.